നേരത്തെ ജയദേവിക പറഞ്ഞല്ലോ, ഒരു 50 വർഷം മുൻപാണെങ്കിൽ ഇത്രയും നമുക്ക് ഒച്ച ഉയർത്താൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ അതിൽ ഉണ്ടായ ഒരു ഇപ്പം എനിക്കെപ്പോഴും എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എനിക്ക് അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത്, ഞാൻ ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് നിങ്ങളും ഇതുപോലെ പെരുമാറാൻ ശ്രമിക്കുക എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ, എനിക്കിപ്പോൾ 63 വയസ്സായി. 50 കൊല്ലം മുമ്പ് ഞാനൊരു സിനിമ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എടുത്ത ഡിസിഷൻ, പ്രധാനപ്പെട്ട 2 ഡിസിഷനും തെറ്റായിരുന്നു എന്ന് എനിക്ക്. ഒന്ന്, ഡബ്ബിങ് എന്ന് പറയുന്നൊരു മേഖല. 2, വിവാഹം കഴിച്ചത്. ഇത് രണ്ടും തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഈ ഡബ്ബിങ് മേഖലയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും എനിക്ക് ഈ ഡബ്ബിങ്ങും സിനിമയും ഒന്നും വേണ്ട, എനിക്ക് പിന്നെ വിവാഹം കഴിച്ച് സെറ്റിലായാൽ മതി. അപ്പം ഈ ഒരു ധാരണയോടുകൂടിയാണ് ജോലിക്ക് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഇവരെ ഒന്നും ആശ്രയിക്കുക, ഇവരുടെ മുമ്പിൽ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു തോന്നൽ, അത് എൻ്റെ അഹങ്കാരമായിട്ടാണ് അന്ന് സിനിമ ഇൻഡസ്ട്രി കണ്ടിരുന്നത്. എന്ത് കണ്ടിട്ടാണ് ഈ പെണ്ണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത് എന്ന് അന്ന് എനിക്ക് 15 വയസ്സുള്ളപ്പോഴേ എന്നെ നിരന്തരം വിമർശിക്കുമായിരുന്നു സിനിമയിലുള്ളവർ. കാരണം ഈ കാല് കയറ്റിയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് കുട്ടിക്കാലത്തെ ഉള്ളത്. അതെന്തോ അങ്ങനെ വന്നു പോയതാണ്. ചിലപ്പം എൻ്റെ അച്ഛൻ എപ്പോഴും കാല് കയറ്റിയിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഓർമ്മ, അച്ഛൻ്റെ ഒരു വേഗമായിട്ടുള്ള ഓർമ്മ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയും മരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രം അങ്ങനെ കാല് കയറ്റിയിരുന്ന് പത്രം വായിക്കുന്ന ഒരച്ഛൻ, ഇത് മാത്രമാണ് എൻ്റെ ഒരു ഓർമ്മ. അത് എന്തോ എൻ്റെ ജീനിലുള്ളത് കൊണ്ടായിരിക്കാം. 10 വയസ്സുള്ളപ്പോഴേ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയിരിക്കുമ്പോൾ കാല് കയറ്റിയിരിക്കും. നസീർ സാറൊക്കെ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ കാല് കയറ്റിയിരിക്കും. അപ്പോൾ അവരൊക്കെ വന്ന് കാലിങ്ങനെ അട്ടിക്കും, കാല് കയറ്റിയിരിക്കണോ, വലിയ ആളുകൾ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ. പക്ഷേ എനിക്കത് തലയിൽ കയറില്ലായിരുന്നു. വലിയവരിരുന്ന് എന്താ, ഞാൻ എൻ്റെ കാലിൻ്റെ മുകളിലല്ലേ ഇട്ടിരിക്കണേ, എൻ്റെ കാലം വലിയവരുടെ കാലിൻ്റെ മുകളിലല്ലല്ലോ എന്ന് മനസ്സിൽ അന്ന് തോന്നിയിരുന്നു. പക്ഷെ അന്ന് നമുക്കിങ്ങനെ സംസാരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇതെന്താണിത്. പക്ഷെ ഞാനത് ആര് പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കില്ലായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു 10-17 വയസ്സുള്ളപ്പോൾ 1983 ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു സിനിമ ഡബ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, തൊഴിലിടത്തിലെ ചൂഷണം ഞാൻ പറയുന്നതാണ്. അതിൻ്റെ സംവിധായകൻ എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ കുറച്ച് നായികയുടെ ശബ്ദത്തിലേക്ക് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ശോഭനയുടെ ആദ്യത്തെ പടം കഴിഞ്ഞു, രണ്ടാമത്തെ സിനിമ, ആദ്യത്തെ പടം ഞാൻ ഡബ് ചെയ്തില്ല, രണ്ടാമത്തെ സിനിമ ഡബ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ വളരെ പ്രശസ്തന്നില്ല, മരിച്ചുപോയി, നിങ്ങളെല്ലാവരും കൂടെ ഊഹിക്കണ്ട ആരായിരിക്കും എന്ന്. അയാൾ മരിച്ചുപോയി. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭാഗ്യലക്ഷ്മി, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഭാഗ്യലക്ഷ്മി, നിങ്ങളെ ഞാൻ വലിയൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റാക്കി തരാം. എൻ്റെ എല്ലാ സിനിമകളുടെയും നായിക ശബ്ദം നിങ്ങളുടേതായിരിക്കാം. പക്ഷേ എനിക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരും, കുറച്ച് നേരം 1 2 3 എന്ന് പറയുമ്പോൾ കാര്യം കഴിയുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ഈ 1 2 3 എന്ന് ചോദിച്ചു ഞാൻ. അപ്പം അല്ല, നമ്മളവിടെ വരുന്നു, ചക കാര്യം അവസാനിപ്പിക്കുന്നു, മാസം ഞാൻ 25,000 രൂപ തരും ചെലവിന്, എൻ്റെ എല്ലാ സിനിമയും ഡബ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ചക എന്ന് 3 പ്രാവശ്യം ചിലപ്പോൾ എനിക്ക് പോരെങ്കിലോ തമാശ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പോൾ എനിക്ക് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചത് വളരെ വലിയ കാര്യവും ഞാൻ സംസാരിച്ചത് വൃത്തികെട്ട കാര്യവും, അതെങ്ങനെ ശരിയാവുന്നേ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ,
എൻ്റെ ലക്ഷ്യം ഇതൊന്നുമില്ല, എൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്, വിവാഹം കഴിക്കുക. എനിക്ക് വിവാഹം കഴിച്ച് സെറ്റിലാവണം എന്ന് പറഞ്ഞു. അയാൾ പിണങ്ങിപ്പോയി. പക്ഷെ ആ സിനിമ ഡബ്ബിങ്, അന്നൊക്കെ എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഒന്നിച്ച് ഇരുന്നാണ് ഡബ്ബ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഉണ്ട്, സ്ത്രീകൾ, പുരുഷന്മാരായ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെല്ലാം വളരെ പ്രശസ്തരായ അന്നത്തെ വളരെ സൂപ്പർ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ ഡബ്ബിങ്ങിന് കയറി. പടം തുടക്കത്തിൽ തന്നെ ഒരു ബലാത്സംഗ സീനായിരുന്നു. അപ്പം ഞാൻ ആസ് യൂഷ്വൽ ബലാത്സംഗം, അയ്യോ എന്നെ വിടൂ ആരെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നിലവിളിച്ച്. അപ്പം ഇയാൾ 1 more, അപ്പം ഞാൻ വീണ്ടും അലറി വിളിക്കും, 1 more, വീണ്ടും അലറി വിളിക്കും. കുറേ ആയപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം, നിങ്ങൾ കാണിക്കൂ, എങ്ങനെയാണ് പറയേണ്ടതെന്ന് കാണിക്കൂ. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും അറിയില്ലെങ്കിൽ ഡബ്ബിങ് ആയിട്ട്. ഈ ഡയറക്ടർ, നേരത്തെ എനിക്ക് ഈ ചെലവനരാന്ന് പറഞ്ഞ ഡയറക്ടർ എന്നോട് പറയുന്നത്, ഡബ്ബിങ് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങി പോകൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി സാർ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും അതിൻ്റെ പ്രൊഡ്യൂസർ, ഒരു ചെറുപ്പക്കാരൻ, അയാൾ വന്നു, ഇയാൾ വന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് പോയില്ല, മര്യാദയ്ക്ക് അത് പോയി ഡബ്ബ് ചെയ്ത് തീർത്തിട്ട് പോയാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് അയാൾ തന്നൊരു അഡ്വാൻസ് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ കുറച്ച് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ നിർമ്മാതാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് സിനിമ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നേ പറ്റൂ, ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിൻ്റെ വീട്ടിലുള്ളവരെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുക, എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല, കൈയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഡേഡി ബോഡി എന്ന് വിളിച്ച് ഞാൻ അടി കൊടുത്തു. അവിടെ ആകെ പ്രശ്നമായി. ഞാൻ എന്തായാലും ഈ കയ്യിലുള്ള പൈസ എന്താ ഇവിടെ നിൻ്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തേക്കും വലിച്ചെറിഞ്ഞു. ഞാൻ ഇറങ്ങാൻ സമയത്ത് ആ സംവിധായകൻ എന്നോട് പറഞ്ഞു, അയാൾ നേരത്തെ നീ നോക്കിക്കോ, ഇനി നീ മലയാള സിനിമയിൽ നീ ഉണ്ടാവില്ല. ഞാൻ എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് പോകാനല്ലേ ഇരിക്കുന്നത്, എൻ്റെ ഓടോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. പക്ഷെ അതിനുശേഷവും അന്ന് ഇത് വലിയ വാർത്തയായിരുന്നു. അന്ന് നാന, പിന്നെ ചിത്രഭൂമി, അങ്ങനെയൊക്കെ കുറച്ച് വീക്കിലി, ചലച്ചിത്രം എന്ന് പറയുന്ന വീക്കിലികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇതന്ന് വലിയൊരു വാർത്തയായി വന്നിരുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് ഇതൊന്നും വാർത്തയാവാതിരുന്നത്. അപ്പോൾ ഇത്തരം പ്രതിരോധങ്ങൾ അന്ന് ഞാൻ നിരന്തരം നടത്തിയിരുന്നു, ചില വാക്കുകളിൽ കൂടി. പക്ഷേ കാലക്രമേണ ആളുകൾക്ക് മനസ്സിലായി, ഇവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. പിന്നെ ആരും എന്നോടങ്ങനെ അത്തരത്തിലുള്ളൊരു സംസാരം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അധികം വൈകാതെ ഞാനൊരു 85 ഞാൻ വിവാഹം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ഇനി ഡബ്ബ് ചെയ്യുന്നില്ല. എൻ്റെ ആഗ്രഹം ഇതാണല്ലോ, എനിക്ക് സാക്ഷാത്കാരം. ഞാൻ ഇനി ഡബ്ബ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഡബ്ബിങ് നിർത്തി എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞു പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മറ്റൊന്ന് മനസ്സിലായ, എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോയി എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഞാൻ ഡബ്ബ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും. പക്ഷേ ഞാൻ ചുമ്മാ കയറി വന്നതൊന്നുമല്ല കേട്ടോ, എന്നെ 4 കൈ നീട്ടി വിളിച്ചുകൊണ്ട് പോയതാണ്. അഭിമാനത്തോടുകൂടെ പറയാം. ജോഷി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 86 കഷ്ടിച്ച് ഒരു 8 മാസം എന്തോ വീട്ടിൽ മിണ്ടാതിരുന്നു. 8 മാസം കഴിഞ്ഞപ്പോൾ ജോഷിയേട്ടൻ വിളിച്ചു പറഞ്ഞു, നീ വരണം, കാരണം ഇവിടെ ഒരുപാട് അന്ന് എല്ലാ നായികമാർക്കും ശബ്ദം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ അതുപോലെ എനിക്ക് അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു 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 ഭയമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയല്ല, ഞങ്ങളുടെ തൊഴിലാളി സംഘടന, മലയാള സിനിമയിലെ തൊഴിലാളി സംഘടന ഫെഫ്ക, 54 പേരടങ്ങുന്ന ഒരു ജനറൽ കൗൺസിൽ ഉണ്ട് അവിടെ. ഈ 54 പേരിൽ ഞാൻ ഒരു സ്ത്രീയേ ഉള്ളൂ. ബാക്കി 53 പേരും പുരുഷന്മാരായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എന്തെങ്കിലും പറയുമ്പോൾ ഞാനൊരു സ്ത്രീയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അയ്യോ നിങ്ങളെ ഞങ്ങൾ സ്ത്രീയായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ പുരുഷനല്ലേ എന്നിങ്ങനെ പറയുമായിരുന്നു. കാരണം നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളാണ് എതിർത്ത് സംസാരിക്കുന്നത്, ശക്തമായി സംസാരിക്കുന്നത്. പക്ഷേ അവിടെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിജീവിതയുടെ ഒരു വിഷയം വന്നപ്പോൾ 2017 ആ സംഘടനയുടെ സെക്രട്ടറി അദ്ദേഹത്തെ വെച്ച് അതേസമയം അദ്ദേഹം അതിൽ പിന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് സെക്രട്ടറി അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ
ഇതേ ജനറൽ കൗൺസിലിൽ ഞാൻ പോയി പറയുന്നു അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ 53 പേരും നിങ്ങളത് ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ 53 പേരുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചാണ് ആ പടം ചെയ്തത് അദ്ദേഹം. അപ്പോൾ ഇത്തരം ഒരു പെൺ ശബ്ദങ്ങൾ മലയാള സിനിമയിൽ, പെൺ ശബ്ദങ്ങൾ, സ്ത്രീകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്മ എന്ന് പറയുന്ന അസോസിയേഷനിൽ നോക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡബ്ബിംഗ് അസോസിയേഷനിൽ തന്നെ നോക്കൂ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളായിരിക്കുന്നത്. നിർമ്മാതാക്കളിലാണ് സ്ത്രീകൾ വളരെ കുറവ്, വളരെ വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും അധികാര പദവിയിൽ പുരുഷന്മാർ തന്നെ ഇരിക്കുന്നത്. ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ സ്ത്രീകൾ അധികാര പദവിയിൽ എത്തിയിട്ട് പോലും അവർ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടി മറ്റൊരാൾ ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് പുരുഷൻ്റെ വാക്കുകൾ സ്ത്രീകളുടെ ശബ്ദത്തിൽ കൂടിയാണ് അവർ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഈ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു സങ്കടം. എന്നെ സംബന്ധിച്ച് ഈ 2017 തന്നെ WCC രൂപീകരിച്ചപ്പോൾ വളരെയധികം സന്തോഷിച്ച ഒരാളായിരുന്നു ഞാൻ. കാരണം അങ്ങനെ ശക്തമായ ഒരു സ്ത്രീ സംഘടന, സ്ത്രീകൾക്ക് ചെന്ന് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ, സ്ത്രീകളെ വഴി നടത്തിക്കൊണ്ട് പോകാൻ, സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരോടൊപ്പം നടക്കാൻ, കൈപിടിച്ച് ഞാനുണ്ട് നിന്നോടൊപ്പം എന്ന് പറയാൻ ഒരു സ്ത്രീ സംഘടന വന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയതിൽ. പക്ഷേ നേരത്തെ ജയദേവിക സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മൾ അവരെ പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ വിമർശിക്കുകയും കൂടി വേണം എന്നത് തന്നെയാണ് എൻ്റെ. പക്ഷേ അതെന്ത് പറ്റി, പൊതുവെ മീഡിയയിലുള്ളവരോ അത് മറ്റുള്ളവരോ എന്നെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. ഞാൻ അവരെ അംഗീകരിക്കാത്തതല്ല. ചില വിഷയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതായത് അവരോടൊപ്പം സഹകരിച്ച് നിൽക്കുന്ന പലരും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അലൻസിയർ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം എന്താ പറഞ്ഞത്, ആ മെമൻറ്റോ, അതായത് റിപ്ലിക്ക, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് റിപ്ലിക്ക, ആ ശില്പം കാണുമ്പോൾ അയാൾ വികാരഭരിതനാകുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന്. അതിനെതിരെ ആരും ഒരക്ഷരം മിണ്ടിയില്ല, ആരും സംസാരിച്ചില്ല. സിനിമയിലുള്ള ഒരാൾ പോലും, സ്ത്രീ പുരുഷ ആരും സംസാരിച്ചില്ല. ചാനലിലിരുന്ന് ഞാനും അയാളും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുകയാണ് ചെയ്തത്. അതുപോലെ നടൻ വിനായകൻ, അദ്ദേഹവും ഇതുപോലെ എപ്പോഴും സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. ഇങ്ങനെ ഇതിനൊന്നും ആരും അങ്ങനെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഇതൊക്കെ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതുക എന്നതിനപ്പുറം, നേരത്തെ ദേവിക പറഞ്ഞ പോലെ തന്നെ ഈ തെരുവിലിറങ്ങി സമരം ചെയ്യുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പവർ വേറെയാണ്. അതാണ് ആശാ വർക്കേഴ്സ് ചെയ്തത്. ഞാൻ അവരോടൊപ്പം അന്ന് അവിടെ പോയിരുന്നു. ആ തെരുവിലിറങ്ങണം. നമ്മൾ തെരുവിലിറങ്ങിയാൽ മാത്രമേ പൊതുസമൂഹത്തിന് നമ്മളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാകുള്ളൂ. ഞങ്ങളുടെ സിനിമാ ലോകത്ത് ആരാരും ശ്രദ്ധിക്കാതെ ഒരു നികൃഷ്ട ജന്മമായി കാണുന്ന ഒരു വിഭാഗമുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ്. അതിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തെക്കാൾ വലിയ പീഡനമൊന്നും ഇവിടെ മറ്റുള്ളവരാരും അനുഭവിക്കുന്നില്ല. അത്രമാത്രം ആ സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു കസേരയില്ല, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ട് കൊടുക്കില്ല, റേഷൻ മാതിരിയാണ് അവർക്ക് ചായ കൊടുക്കുന്നത്. 500 രൂപയാണ് ഒരു ദിവസം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ അവർക്ക് കൊടുക്കുന്നത്. 750 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതിൽ രാവിലെ 6 മണിക്ക് അവരോട് പറയും ലൊക്കേഷനിൽ വന്നേക്കണം എന്ന് പറയും. അവർക്ക് വാഹനമൊന്നും അയച്ചു കൊടുക്കില്ല, അവർ ട്രാൻസ്പോർട്ട് ബസ്സോ ട്രെയിനോ എന്തെങ്കിലും പിടിച്ച് അവരവർ ലൊക്കേഷനിലെത്തും. ഈ 9 മണി കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പോകാൻ വാഹനങ്ങളുണ്ടാവില്ല. പലപ്പോഴും വളരെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കില്ല, ഇവരെ ആരും കൊണ്ടുപോയി വിടില്ല. ഇങ്ങനെ അവർക്കൊരു സംഘടനയില്ല. കാരണം കേരളം മുഴുവനും ഇങ്ങനെ
എന്താണ് കേരളം മുഴുവൻ സ്പ്രെഡായി കിടക്കുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നവർ. കാരണം എല്ലാ ജില്ലകളിലും ജില്ല തോറും അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെ ഒരേ ജില്ലയിൽ തന്നെ 5 സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ 5 സ്ഥലത്തും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഭാരിച്ച ചുമതലയാണ് എന്ന് തോന്നുന്നത് കൊണ്ടോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമ്മൾ എന്ത് അവകാശം ഉന്നയിച്ചാലും ആരും അവരെന്ത് എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരു തോന്നലുള്ളത് കൊണ്ടാണ് തോന്നുന്നു അവർക്കൊരു ശക്തമായ ഒരു സംഘടന ഇല്ല. അപ്പം ഈ ഇടക്കാലത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു സീരിയലിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സ്ത്രീ, ഈ സ്ത്രീക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയമായി, രാത്രി 9 മണിയായി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, അപ്പോൾ 9 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയിൻകീഴോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയ്ക്കോ നിങ്ങൾക്ക് ബസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? റെയിൽവേ സ്റ്റേഷനിൽ റൂമുണ്ട്, ബസ് സ്റ്റാൻഡിലുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു തുക കൊടുത്താൽ നമുക്ക് അവിടെ നിന്നിട്ട് രാവിലെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ രാവിലെ വീണ്ടും ഷൂട്ടിങ്ങിന് കയറാം. ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെ, അവരുടെ കുട്ടിയുണ്ട്. അപ്പോൾ ഈ 750 രൂപയിൽ ഈ താമസിക്കുന്ന സ്ഥലത്തേക്ക് 100 രൂപ കൊടുക്കണം, ഈ ഏജൻറ്റിന് 200 രൂപയും കൊടുത്താൽ അവർക്ക് എന്തുണ്ട്? ഈ ബസ് ചാർജോ ട്രെയിൻ ചാർജോ അത് എല്ലാം കൂടി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കിട്ടുന്നതും അല്ല 400 രൂപയോ എന്തെങ്കിലും ആയിരിക്കും. ഇതിനാണ് അവർ ഇത്രയേറെ, ഇവരെല്ലാവരും ആ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെയാണ് ഞാൻ പറയുന്നത് അനുഭവിക്കുന്നത്. അതിൽ കുറച്ചുകൂടി അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീ ചിത്രാഞ്ജലിയിൽ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതാ അവിടെ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ അയാൾ കൂരിട്ടിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് റെഡിയായി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പറഞ്ഞു അവരോട് അങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞാൽ ഇവരവിടെ ചെന്നപ്പോൾ ഇയാൾ അവരെ അറ്റാക്ക് ചെയ്തു. അവരവിടുന്ന് അലറി അടിച്ച് അവർ ഓടി അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് അവർ വീട്ടിൽ പോയി. പിറ്റേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് പറഞ്ഞു ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒത്തുതീർപ്പാക്കൂ എന്നാണ് പോലീസ് അവരോട് പറഞ്ഞത്. അവർക്ക് സംഘടന ഇല്ലാത്തതുകൊണ്ട് അവരാരോട് പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒടുവിൽ എൻ്റെ അടുത്ത് വന്നു, ഞാൻ അവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ നോക്കൂ, സ്വാധീനമുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അവരുടെ ശബ്ദത്തിന് വലിയ വിലയില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ ഈ പണ്ടാരം ഇതിനി മാധ്യമങ്ങളിൽ കൂടെ നിലവിളിക്കുമല്ലോ, ഇത് പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമല്ലോ, എന്തിനുടനെ അങ്ങ് ഇറങ്ങിക്കോളും. മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നടൻ ഡബ്ബിംഗ് തിയേറ്ററിലിരുന്ന് ഈ അശ്ലീല തമാശകൾ ഇങ്ങനെ പറയും. ഈ ഡബ് ചെയ്യുന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന്, അപ്പം ഞാൻ എന്ത് വർത്തമാനം, ഞാൻ ഇറങ്ങി പോകുമ്പോൾ പറയും ഈ സ്ത്രീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനെ വായി നോക്കാൻ പറ്റില്ല, നമ്മൾ അശ്ലീല തമാശ പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളെ ഒരു ശത്രുവായിട്ടാണ് അവർ നിരന്തരം കാണുന്നത്. എനിവേ ഈ ആളെ നമ്മൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചു, അത് വേറെ കാര്യം. ഇത് ഇപ്പം ICC ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം? എല്ലാ തൊഴിലിടങ്ങളിലും നിർബന്ധമായും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വേണമെന്നാണ്. ഞാൻ ഒരു സർക്കാർ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ഇങ്ങനെ പല ഇതിലും ഞാൻ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്, സിനിമയിലൊന്നിലും ഇല്ല കേട്ടോ, അവിടെ എന്നെ കേട്ടില്ല, അവിടെയൊക്കെ ഞാൻ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഒരിക്കലും ഒരു പരാതിയും അവിടെ നിന്നും ഉണ്ടായിട്ടേയില്ല. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഒരിക്കൽ മീറ്റിംഗ് എന്ന് പറയാം, എന്താ അല്ലേ മാറിയില്ലേ, ഒരു പരാതിയില്ലല്ലേ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ, പരാതിയൊക്കെ ഉണ്ട്, പരാതിക്കാരില്ലാത്തതാണ്. പരാതി പറയാൻ പേടിയാണ്. മുമ്പോട്ട് വന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങളിൽ പ്രമോഷൻ തടയപ്പെടും. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പം സിനിമയ്ക്കുള്ളിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്ന് പറയുന്ന മാതിരി ഉറപ്പുള്ള തൊഴിലിടങ്ങളിൽ മേലോട്ട് പോകുന്നത് തടസ്സപ്പെടും. അപ്പം എല്ലായിടത്തും നോക്കുമ്പോൾ സ്ത്രീ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ എപ്പോഴും നിരന്തരം എൻ്റെ ഡബ്ബിംഗ് അസോസിയേഷനോടും അല്ലെങ്കിൽ നടീനടന്മാരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഈ നമ്മുടെ കേരളത്തിലെ തൊഴിലാളി
വർഗത്തെ പോലെ നമുക്കെന്താണ് തെരുവിലേക്ക് ഇറങ്ങാൻ തോന്നാത്തത്? നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണോ? നമുക്ക് ഈ സമയാസമയത്തിന് ചായ തന്നും ഭക്ഷണം കഴിച്ചും കിട്ടുന്ന പൈസയും വാങ്ങിച്ച് മിണ്ടാതിരിക്കുക, എന്നിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ നിരന്തരം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങളുടെ തൊഴിലാളി സംഘടന ഞങ്ങളുടെ തൊഴിലാളി സംഘടന മാത്രമല്ല, ഇത് ഈ പറഞ്ഞ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഏതൊരു സംഘടനയിലും സംഘടനയ്ക്കുള്ളിൽ ഉള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവർ ഉന്നതരാണെങ്കിൽ നടപടി ഉണ്ടാവില്ല. അല്ല, താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളിക്കെതിരെ താഴേക്കിടയിലുള്ള ഒരു വ്യക്തി പരാതി പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ 6 മാസം സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവരെ സംഘടനയിൽ മാറ്റും. അതൊക്കെ നടക്കും. പക്ഷേ നിനക്കും മുകളിലുള്ള ഒരാൾക്കെതിരെയാണ് നീ ശബ്ദമുയർത്തുന്നതെങ്കിൽ നിന്നോടൊപ്പം നിൽക്കാൻ സംഘടനയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സംഘടനയാണ് സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് സംഘടനയെ വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായും സംഘടനയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നത്. കാരണം എനിക്ക് മനസ്സിലായി, ഇനി അവിടെ നിന്നിട്ട് പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ നിൽക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ളൊരു അവസരം നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ പുറത്തു നിന്ന് നമ്മൾ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം, അതിനൊരു സംഘടനയുടെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സംഘടനയ്ക്ക് പുറത്ത് വന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എല്ലാ കാലത്തും എല്ലായിടങ്ങളിലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ താരതമ്യേന ഇപ്പോൾ ഒരു ഭയം ഉണ്ടായിട്ടുണ്ട് ഇൻഡസ്ട്രിക്കകത്തും. ഇപ്പോൾ ആശാച്ചിയെ പോലുള്ളവരൊക്കെ വളരെ ശക്തമായി മുൻപോട്ട് വന്ന് സംസാരിക്കുമ്പോൾ അത് വളരെ സൈലൻ്റായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യം കിട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരത് പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ അതിജീവിതയുടെ വിഷയം വന്നപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിലെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പലരും എന്നോട്, വളരെ പ്രശസ്തരായ സംവിധായകരൊക്കെ ഇപ്പോൾ ആ വിധി വന്നതിന് ശേഷമുള്ള എൻ്റെ പല പ്രസ്താവനകൾ കേട്ട പ്രശസ്തരായ സംവിധായകർ അല്ലെങ്കിൽ നടിമാർ, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ, അവളോട് ധൈര്യമായിരിക്കാൻ വേണം. ഇത് ഫോണിൽ കൂടി സ്വകാര്യമായിട്ട് മാത്രമേ പറയുള്ളൂ. മുൻനിരയിലേക്ക് അവർ ആരും വരില്ല. കാരണം അഭിപ്രായം പറഞ്ഞാൽ അവിടെ പല രീതിയിലുള്ള നഷ്ടങ്ങൾ എല്ലാവർക്കും ഇൻഡസ്ട്രിക്കുള്ളിൽ സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അത് കുറച്ച് കൂടുതൽ സ്ത്രീകൾക്ക് അത്തരം നഷ്ടം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ നല്ലതാണ്. കാരണം ഇതൊരു ഇപ്പം യഥാർത്ഥത്തിൽ ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട വേറെയും ആളുകൾ വേണം, കുറേ കൂടി പുരുഷന്മാർ ഉണ്ടാവണം. കാരണം ഇത് സ്ത്രീകളുടെ മാത്രം വിഷയമല്ല. ഇവിടെ പുരുഷന്മാർ കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സ്ത്രീ അതിജീവിതന്മാരാവുന്നില്ലേ എന്ന് പറഞ്ഞൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പുരുഷൻ അതിജീവിതന്മാരാവുന്നില്ലേ? പുരുഷൻ അതിജീവിതന്മാരാവുന്നുണ്ടെങ്കിൽ 1000 സ്ത്രീകൾ ഇവിടെ അതിജീവിതന്മാരാകുമ്പോൾ ഒരു പുരുഷൻ അതിജീവിതനാകും. ഒരിക്കലും ഒരു പുരുഷനെയും ആർക്കും ബലാത്സംഗം ചെയ്യാനൊന്നും പറ്റില്ല. അത് സ്ത്രീയെ മാത്രമല്ല ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? അപ്പം അതാ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു സ്ത്രീയോട് മോശമായ വാക്കുകൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവളെ തൊഴിൽപരമായി അവളെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗികപരമായി അവളെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്.